എനിക്ക് ഈ ഗുണ്ടവാസുവിന്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ഗുണ്ടമുത്തുവിന്റെ അനുഭവങ്ങൾ കേട്ടിട്ട് കരച്ചില് വരുന്നു. എനിക്ക് മാഡം കരയുന്ന കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. എന്താ? എനിക്കറിയില്ല, മുഖം കാണുമ്പോ ചിരി വരുവാണ്. ഈ കത്തി കൊണ്ട് നടന്നിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ? ഇത് അവള് പറഞ്ഞു വിട്ടത് ഉണ്ണൻ 2 വാഴയില് വെട്ടിക്കൊണ്ട് ചെല്ലണോന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി എടുത്തത്. അല്ലാതെ നിങ്ങളെപ്പറ്റി കേട്ടപ്പോ നിങ്ങൾ ഈ കത്തിയായിട്ടൊരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉണ്ടായിരുന്നു. അത് ഈ കത്തിയായിട്ടല്ല, അത് ഒരു 83-ലാണ്. ഞാനന്ന് ഒരു വീട്ടിൽ ചെന്നു. അപ്പൊ ഒരു 10-18 വയസ്സുള്ള കുട്ടി ആ വീട്ടിലുണ്ട്. ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോർ തുറന്നപ്പോ ഞാൻ കത്തി എടുത്ത് ആ കുട്ടിക്ക് നേരെ നീട്ടി. ഇത് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ നീട്ടിയിട്ട് പറഞ്ഞു, കറിക്കരിയുന്ന കത്തിയാണ്, ഒന്നിന് 10 രൂപ, 3 എടുത്ത് 25 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. കത്തി കച്ചവടമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഒരുപാട് വീടുകൾ തമിഴ്നാട്, കോയമ്പത്തൂർ ഭാഗത്താണ്. പിന്നെ മദ്യപിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് ഭാര്യയെ ഞാൻ മദ്യപിച്ച് മർദ്ദിക്കുന്നു എന്നൊക്കെ അവള് പരാതി പറഞ്ഞു. എനിക്ക് ഭക്ഷണം തരാതെ ദിവസങ്ങളോളം ഇടും. ഈ കാന്താരി മുളക് ധരിച്ച് എന്റെ കണ്ണിൽ തേക്കുമായിരുന്നു. ഞാൻ കുടിച്ച് മർദ്ദിക്കുമെന്നാണ് ഇവര് പറയുന്നത്. ഞാനന്ന് വെള്ളൈക്കല്ലാട്ട ഒരു 2 അടിക്കും. വെള്ളൈക്കല്ലാട്ടയോ? വെള്ളൈക്കല്ലാട്ടാന്ന് വെച്ചാൽ വൈറ്റ് മിസ്റ്റീഫ്. തമിഴ്നാട്ടിൽ അങ്ങനെയാ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അരശൻ പൊന്മാൻ, കിങ് ഫിഷർ, അതുപോലെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കറുത്ത ഒട്ടിപ്പ്, ബ്ലാക്ക് ലാബൽ, ഇതൊക്കെ